നഗരത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി സീരിയൽ കില്ലർ. നഗരത്തിൽ കഴിഞ്ഞ 2 മാസമായി 6 കൊലപാതകങ്ങൾ. കില്ലറെ പിടികൂടാനാവാതെ പോലീസ്. സീരിയൽ കില്ലർ എന്ന് കേട്ടിട്ടുള്ളൂ. ഇവിടെ എത്തി. അതുകൊണ്ട് പൊന്നളിയോ ഒന്നും പറയണ്ട. പൂച്ചം കണ്ടൊക്കെ നടന്നോ? ലെവന്റെയിലൊക്കെ കിട്ടിയാ തീർന്നു. അളിയ ന്യൂസ് ഒന്നും കണ്ടിട്ടില്ലേ? അളിയ ഒരുത്തൻ 3 പേരെ തട്ടിട്ട് ഫ്ലാറ്റിൽ ഫ്രിഡ്ജിൽ വെച്ചത്. സീരിയൽ കില്ലർ കണ്ടായിരുന്നു. എന്താ കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്നത്. അളിയാ, ഞാൻ ഈ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാ മതി, സീരിയൽ കില്ലറിനെ കാണാൻ പറ്റും. ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടിരുവോ എന്നാണ് ചർച്ചാ വിഷയം. സീരിയൽ കില്ലറാണോ? ഓ പൊന്നിയേച്ചേ, 16 പേരെയാണല്ലോ അവൻ തട്ടിയത്. ന്യൂസൊക്കെ കണ്ടായിരുന്നു. അത് ആലോചിച്ച് നോക്കണേ. അങ്ങനെ അവൻ ഒരു സിറ്റിൽ ഉറച്ചു നിൽക്കൂല. ആ ഏരിയയിലെ ആൾക്കാരെ കൊന്നു അവന് മടുക്കുമ്പോൾ അവൻ അടുത്ത സിറ്റിയിലോട്ട് ചേക്കേറും. അവിടെ കൊന്നു മടുക്കുമ്പോൾ അടുത്ത സിറ്റിയിൽ പോവും. അങ്ങനെ ഇപ്പൊ 3-4 സിറ്റിയായി. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണല്ലോ. സൈക്കോള്. അളിയാ, നമ്മള് സേഫാ. ഈ സീരിയൽ കില്ലർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതേ സ്ത്രീകളെയാണ്. അളിയോ, ഇനിയിപ്പൊ അവനെ പണ്ട് ഏതായാലും പെമ്പിള്ളേര് തേച്ചിട്ട് പോയതിനെ കലിപ്പിച്ചേനായിരിക്കും ഇതൊക്കെ. ഇത് അങ്ങനെ പറയരുത്. പെമ്പിള്ളേരെയും തേക്കാറുണ്ടല്ലോ, എന്നിട്ട് പെമ്പിള്ളേര് സീരിയൽ കില്ലേഴ്സ് ആവുന്നുണ്ടോ? ഇനിയിപ്പോ ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. ആണുങ്ങളും പെണ്ണുങ്ങളും പല കാരണങ്ങൾ കൊണ്ട് സീരിയൽ കില്ലേഴ്സ് ആവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്താണെങ്കിലേ നമ്മള് മൊത്തത്തിലൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വേറൊന്നും അല്ല, ഒന്നെങ്കിൽ ഈ സീരിയൽ കില്ലർ ഈ സിറ്റി വിട്ട് പോകുന്നത് വരെ, അല്ലെങ്കിൽ അറസ്റ്റിലാവുന്നത് വരെ. ആ സീരിയൽ കില്ലർ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടണം. വെട്ടിലാക്കി പാഴ്സൽ ചെയ്യുന്നു. അങ്ങനാണെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാ മതി, കാണാം. ഇറങ്ങി നടക്കട്ടെ. ഇറങ്ങി നടന്നോ. സിദ്ധോ, ചുമ്മാ പറഞ്ഞാ എനിക്ക് ഫീലായി. അയ്യോ, இப்பதாண்டா நிம்மதியாச்சு. நீங்க நியூஸ் எல்லாம் பாக்கலையா? நான் வர வழியில ஒருத்தன் என்ன துரத்திட்டே வந்தான். நான் நினைக்கிறேன் அது அந்த பையன்னு. எந்த பையன்? சீரியல் கில்லர்னு. இந்த கேட் வரைக்கும் அவன் வந்தான். நான் திரும்பி பார்த்தப்போ அங்க இருந்து அவனை காணோம். എന്റെ ആന്റി അടുത്ത് പലതവണ പറഞ്ഞിട്ടില്ല ഒറ്റയ്ക്ക് സാധനം മേടിക്കാൻ പുറത്തേക്ക് പോവരുതെന്ന്. ഇവനെ പറഞ്ഞോട്ടാ പോരായിരുന്നാ? ഇവനെ കൊണ്ടോട്ട് സീരിയൽ കില്ലർ. அது போதுமா இருந்தது. அப்ப என் மூளைக்கு அதெல்லாம் கேட்கல. ஏன் போலாம்? അളിയാ, നമുക്ക് പോയി അവനെ അങ്ങ് പൊക്കിയാല. ആരെ? സീരിയൽ കില്ലറിനെ. നീ തന്നെ വേണമെങ്കിൽ അങ്ങ് പോയി ഒറ്റയ്ക്കങ്ങ് പൊക്കിയാ മതി. എനിക്ക് എന്റെ കുഞ്ഞിന്റെയും ഭാര്യയുടെ കൂടെ കുറച്ച് നാളെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നുണ്ട്. അളിയാ, നമുക്ക് ഹീറോസ് ആവാം. വേണ്ട, സൂപ്പർ ആയിരിക്കും. അളിയാ, ഞാനാണെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതാവുമ്പോ ഫസ്റ്റ് കേസായിട്ട് നല്ല പൊളപ്പൻ കേസായി. നിനക്ക് വേണമെങ്കിൽ നീ പോയി പിടിക്കുക. എന്തിനാണ് എന്റെ കെട്ടിയവനെ കൂടെ കൂട്ടുന്നത്? അതാവുമ്പോ നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ പിടിക്കാലോ. മോനെ കേശുവേ, പറയുന്നുണ്ടെന്നും തോന്നരുത്. നിനക്ക് അതിനുള്ള കഴിവില്ലടാ. ഈ ഡിറ്റക്റ്റീവ് ഒക്കെ ആവണമെങ്കിലേ കുറച്ചും കൂടെ ബുദ്ധിയും വിവരമൊക്കെ വേണം. നിങ്ങളൊക്കെ അതൊക്കെ ആവുമ്പോ കഴിഞ്ഞാൽ മറ്റേ മല്ലനെ മാധവനും പോലെ ഇരിക്കും. ശിവ, അല്ല, അളിയന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്നാലുവേ ആ സീരിയൽ കില്ലർ ആവാനുള്ള പുള്ളിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ? ചേച്ചി, അതിന് പല കാരണങ്ങളും കാണും. ഒരു പക്ഷേ ഈ ചെറുപ്പത്തിലുള്ള എന്തെങ്കിലും ട്രോമയോ, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ പോത്തിനെയും കോഴിനെയൊക്കെ കൊല്ലുന്നത് കണ്ട് 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 അതിനോടൊരു ഹരം തോന്നി അങ്ങനെ അഡിക്റ്റായി പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വേണമെങ്കിൽ ഈ സീരിയൽ കില്ലർ ഒരു ഹൈ റേഞ്ചിലായിരിക്കും താമസിക്കുന്നത്. അത് നിനക്കങ്ങനെ അറിയാം? പൊതുവേ സീരിയൽ കില്ലർമാർക്ക് അങ്ങനെയാണെന്നാണല്ലോ സിനിമയിൽ കാണുന്നത്. ഏത് സിനിമ നോക്കിയാലും അറിയാം സീരിയൽ കില്ലർ ഉണ്ടോ ഒരു ഹൈ റേഞ്ചെങ്കിലും കാണുമോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ടോപ്പിക് ഒന്ന് ക്വിറ്റ് ചെയ്യാട്ടോ. എനിക്ക് കേട്ടിട്ട് തന്നെ എന്താ പോലെ. എനക്കും ഞാനും പറ. അളിയാ, ലെവനെ പിടിക്കുന്നിടം വരെ ഇപ്പൊ പുറത്തിറങ്ങാൻ നിൽക്കണ്ട.
സിദ്ധു ഇല്ലേ? ഉണ്ടല്ലോ. ഒന്ന് വിളിക്കാം. ആരാ? വിളിച്ച ഞാൻ തന്നെ പറഞ്ഞോളാം.